വായിച്ചത് ഒരു കാര്യം അറിയാമോ? ഈ പറഞ്ഞ മതസ്പർദ്ധ, രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ സ്പർദ്ധയുണ്ടാക്കിയ 153A IPC കേസ് ഇന്ന് വരെ ശിക്ഷ കിട്ടിയിട്ടുള്ള ഏക മനുഷ്യനേ ഉള്ളൂ. അത് ലോകമാന്യ ബാലഗംഗാധര തിലകനാണ്. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് അദ്ദേഹത്തെ 153A കേസിൽ പെടുത്തി മനഃപൂർവ്വം വിചാരണ ചെയ്തിട്ട് ജയിലിലടച്ചു. 6 മാസം കഴിഞ്ഞപ്പോൾ വിട്ടു. കാരണം അകത്ത് കിടക്കുന്ന തിലകൻ പുറത്തുള്ള തിലകനേക്കാൾ ഡേഞ്ചറസ് ആണെന്ന് ഇവർക്ക് മനസ്സിലായി. ഇപ്പോൾ ഞാൻ പറയുന്നു, കേരള സർക്കാരിന് മനസ്സിലാകും, അകത്ത് കിടക്കുന്ന PC ജോർജ് പുറത്തിറങ്ങി നടന്ന PC ജോർജിനേക്കാൾ അപകടകാരിയാണെന്ന് മനസ്സിലാവും. ഇതാണ് ഇതിൻ്റെ എൻഡ് റിസൾട്ട് ഉണ്ടാവാൻ പോകുന്നത്. I am not questioning anybody's wisdom, not the least of Honorable Justice P.V. Kunyikrishnan. I have very high regards for him, but I must respectfully submit that he made some mistakes somewhere. And okay, it happens. ഇപ്പോൾ ഹൈക്കോടതി ഒരു മിസ്റ്റേക്ക് ചെയ്തു നമുക്ക് തോന്നുകയാണെങ്കിൽ പിന്നെ റെമഡി സുപ്രീം കോടതിയാണ്, അവിടെ പോകാൻ പറ്റുള്ളൂ. അല്ലാതെ ഹൈക്കോടതി ജഡ്ജിയെ നമ്മൾ ആരും കുറ്റം പറയാറില്ല, പറയുന്നത് ശരിയുമല്ല. അത് അദ്ദേഹത്തിൻ്റെ ഒരു ജഡ്ജ്മെൻറ്റാണ്. ജഡ്ജ്മെൻറ്റ് തെറ്റി എന്നൊക്കെ വരാമല്ലോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. ഏതായാലും ഞാൻ വിചാരിക്കുന്നത് പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയൊരു അബദ്ധം ചെയ്തിരിക്കുന്നു PC ജോർജിനെ അറസ്റ്റ് ചെയ്തതിലൂടെ. ഈ PC ജോർജിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് അവിടെ കുറച്ച് പേര് ജാഥ നടത്തിയതല്ലേ. PC ജോർജിൻ്റെ ഇതേ ഒഫൻസ് ചെയ്ത ആളാണ് പാലാ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ട്. 153A കേസാണ്. ലവ് ജിഹാദുണ്ട്, നാർക്കോട്ടിക് ജിഹാദുണ്ട് എന്ന് കുറവലങ്ങാട് പള്ളിക്കുള്ളിൽ പ്രസംഗിച്ചതിന് FIR ഇട്ടത്. എന്താ അറസ്റ്റ് ചെയ്യാത്തത്? കത്തോലിക്ക സഭയാ, PC ജോർജിനെ പോലെയാ. PC ജോർജിനേക്കാൾ സ്റ്റേച്ചറുള്ള ആളാണ് കല്ലറങ്ങാട്ട്. ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ബട്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ നോക്കുമ്പോൾ ഒരു 5000 വെൽഫെയർ പാർട്ടിക്കാർ അല്ലെങ്കിൽ SDPIക്കാർ പാലാ ബിഷപ്പിൻ്റെ വസതിയിലേക്കോ അല്ലെങ്കിൽ പാലാ SP-യുടെ വീട്ടിലേക്കോ മാർച്ച് നടത്തി കഴിഞ്ഞാൽ കല്ലറങ്ങാട്ട് തിരുമേനിയെ പിടിച്ചുകൊണ്ട് പോകും. ക്രൈസ്തവ സഭയുടെ ആ ഒരു സാമൂഹ്യമായ ഐക്യമുണ്ടല്ലോ, അത് തകർന്നു പോയി. അതിൻ്റെ കഥ കഴിഞ്ഞ് നിൽക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബട്ട് മോശമായി. ഇപ്പോൾ എനിവേ വൺ തിങ് ഈസ് ഷുവർ, ഈ PC ജോർജ് ഇരട്ടി ശക്തിയോടെ തിരിച്ചു വരും.